പറയണം. സത്യം ഓല് കേസ് കൊടുക്കും. സത്യം ഫോണിൻ്റെ കയ്യിലുണ്ടല്ലോ, സത്യം പോലെ പറയും. കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? അതിന് മുമ്പേ എനിക്ക് ഞാൻ വേണോ ആദ്യം പറ. സിമ്പിളായിട്ടുള്ള ചോദ്യം, സിമ്പിളായിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ? ഈ പെണ്ണാണ്, ഞാൻ ആണാണ്. രണ്ട് വ്യത്യാസമുണ്ട്. നാളെ എനിക്കെതിരെ കാരണം എല്ലാ തെറ്റും ഈ ചെയ്തും കണ്ട്. എല്ലാവർക്കും നമസ്കാരം. അവിഹിതങ്ങൾ ഇന്നൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം, ഇങ്ങനെ അവിഹിത ബന്ധം അത് തന്നെയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വന്തം ഭർത്താവിൽ നിന്നുമുള്ള സുഖങ്ങൾ തികയാണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യമാരിൽ നിന്നുമുള്ള സുഖം തികയാണ്ട് വരുമ്പോൾ അങ്ങോട്ട് വേറെ അവിഹിതത്തിലോട്ട് പോകും. വേറെ വല്ലവളുടെ കൂടെയൊക്കെ പോയി അവരാധിക്കും. ഇതിപ്പോൾ ഒരു ഫാഷനായി മാറിയിട്ടുണ്ട്. ഈ അവിഹിതങ്ങൾ കാരണം എത്ര കുടുംബ ബന്ധങ്ങളാണ് തകർന്ന് തരിപ്പണമായിട്ടുള്ളത്. എന്തിനാടോ? നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ നമ്മൾ ആരും നല്ലവരൊന്നുമല്ല, ആരും പെർഫെക്റ്റ് അല്ല. കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുന്നേ ചിലപ്പോൾ ലൈഫിൽ ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഉണ്ടാവാം, ഇല്ലാതാവാം, എന്ത് വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒതുങ്ങുക. ആ ഒരു പാർട്ട്ണറിന് നമ്മൾ കൊടുക്കേണ്ട ഒരു സ്നേഹമുണ്ട്, ഒരു ട്രസ്റ്റ് ഉണ്ട്. ഇതൊന്നും ഇല്ലാണ്ടാക്കരുത്. ഒരിക്കൽ ആ ട്രസ്റ്റ് ബ്രേക്കായ പിന്നെ ആ കുടുംബ ബന്ധം ഇല്ലടോ. അതിപ്പോൾ എന്തൊക്കെ തേങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒരു പ്രാവശ്യം കുടുംബ ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴുന്നു കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല, അയാൾ ശരിയല്ല, അല്ലെങ്കിൽ അയാൾ എന്നെ തീരെ അങ്ങോട്ട് ഗൗനിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിയമപരമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം അന്തസ്സായിട്ട് പോവുക. അല്ലാണ്ട് മക്കളെയും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സ്വന്തം ഭർത്താവായ വ്യക്തിയെ ചതിച്ചുകൊണ്ട് മറ്റുള്ളവന്മാരോടെ അല്ലെങ്കിൽ മറ്റുള്ളവളുമാരോടെ അവരാധിക്കാൻ പോകുന്നത് ഒരിക്കലും എനിക്ക് ശരിയായിട്ട് തോന്നുന്ന ഒരു കാര്യമല്ല. ബന്ധം വേർപെടുത്തിയിട്ട് പോടെ, എന്ത് വേണോ നീയൊക്കെ കാണിച്ചു കൂട്ടിക്കോ. ഓക്കെ, അല്ലാണ്ട് ഒരാളെ വച്ചുകൊണ്ട് വഞ്ചിക്കരുത്. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആ ഒരു മാനസിക അവസ്ഥ വേറെ ലെവലായിരിക്കും. ഇപ്പം തന്നെ റീസെൻ്റ്ലി കോഴിക്കോട് ബാലശ്ശേരിയിൽ ഷഹല എന്ന് പറയുന്ന ഒരു കുടുംബം തകർത്ത് തരിപ്പണമാക്കി കള്ളക്കാമനോട് പോയി അവനും എടുത്തിട്ട് അടിച്ചു ഉരുട്ടി ഇപ്പം തിരിച്ച് പെരുവഴിയിൽ വന്ന് വീട്ടിയിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഓക്കെ, വല്ലാത്ത അവസ്ഥകളാണ്. ഇതൊക്കെ ആദ്യം മനസ്സിലാക്കുക. ഒരുപാട് കുടുംബ ബന്ധങ്ങൾ തകർന്ന ഒരു പേരാണ് അവിഹിതം എന്ന് പറയുന്നത്. ഓക്കെ, സുഖം ചിലപ്പോൾ കൂടുതൽ കിട്ടുമായിരിക്കും, ഈ കട്ട് തിന്നുന്നതിൻ്റെ ഒരു സുഖം. പക്ഷേ അവിടെ നിങ്ങൾ എന്നെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തകർന്നു പോകുന്നത് ഒരു കുടുംബമാണ്. ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ. പിന്നെ എത്രയൊക്കെ ക്ഷമിച്ച്, എത്രയൊക്കെ മാപ്പ് തന്ന്, എത്രയൊക്കെ എന്തൊക്കെയെന്ന് പറഞ്ഞാലും ഒരിക്കൽ പോയ വിശ്വാസം പിന്നെ ജീവിതത്തിൽ കിട്ടത്തില്ല. അപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസിജിൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ന്യൂ അക്കൗണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ആകെ 3 വീഡിയോ ഉണ്ട്. ആദ്യത്തെ ഒരു വീഡിയോ ഒരു സ്ത്രീ ഇരുന്ന് ബെക്കാടിയൊക്കെ അടിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ അതിവിടെ കൊടുക്കുന്നില്ല. വെള്ളം അടിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിന് മുന്നേ 2-3 വീഡിയോ അതിലിട്ടിട്ട് ഡിലീറ്റ് ചെയ്ത് ഒരു സ്ത്രീയെ ഉപദ്രവിച്ച വീഡിയോ, അതായത് ഈ സ്ത്രീയെ തന്നെ എന്തോ അടിച്ച അങ്ങനത്തെ ദേഹത്തെ ഇടിയും ചതവൊക്കെ ഉള്ള വീഡിയോ, പിന്നെ ഒരു കുറച്ച് എക്സ്പോസീവ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന എടുക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ, ഇതൊക്കെ അവർ മുക്കിയിട്ടുണ്ട് ഓൾറെഡി. എന്തായാലും അതിൻ്റെ താഴെ കേരള പോലീസിനെയൊക്കെ ഒരുപാട് പേര് മെൻഷൻ ചെയ്തപ്പോൾ ആ 2 വീഡിയോ മുക്കി. ഞാൻ പിന്നെ അങ്ങോട്ട് എടുക്കാനും പോയില്ല, ഒന്നിനും പോയില്ല, വിട്ട്. ഇനി അതിൽ 2 വീഡിയോ ഉണ്ട്. ഒരു ലേഡിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്, ചാറ്റ് അടക്കം അവിഹിതം പൊക്കിയ സാധനമാണ്. എന്തായാലും ഞാൻ വച്ച് താമസിപ്പിക്കുന്നില്ല, 2 വീഡിയോ ഞാൻ കൊടുക്കാം, നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണുക. എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്ത് ഓരോ ബന്ധങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നത്? നിനക്കൊക്കെ എന്തിൻ്റെ കേട്? സുഖം കൂടിപ്പോയതിൻ്റെ, അതാ സുഖം കൂടാൻ വേണ്ടിയിട്ട് പോയത്, അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോയത്? എനിക്കറിയാൻ പാടില്ല. ഒരു ബന്ധം നശിപ്പിച്ച്, ഒരു കുടുംബം നശിപ്പിച്ച് നാറാണത്താക്കി അവിഹിതങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പൊ റീസെന്റ് അവളുടെ അടുത്ത് ചോദിക്കുകയാണ്, അതായത് ഇവളുടെ ഭർത്താവായിട്ടുള്ള അവളുടെ അടുത്ത് ചോദിക്കുക, നിനക്ക് എന്നെ വേണോ അവനെ വേണോ? എന്തിനാടായി നീ അങ്ങനെ ഒരു ചോദ്യം തന്നെ ചോദിച്ചതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിനക്കിനി എന്തിനാ അവളെ? നിന്നെ ചതിച്ച് തേച്ചൊട്ടിച്ച് മൂഞ്ചി ചണ്ണാക്കി തന്നിട്ട് മറ്റൊരുത്തൻ്റെ അപരാധിക്കാൻ പോയ ഇതിനൊക്കെ നിനക്ക് എന്തിനാണ് ഇനി ജീവിതത്തിൽ? സീരിയസ്ലി. എന്തായാലും അവിഹിതം പൊക്കിയ വീഡിയോ കാണാം. ഈ പെണ്ണാണ്, ഞാൻ ആണാണ്. രണ്ട് വ്യത്യാസമുണ്ട്. നാളെ എനിക്കെതിരെ കാരണം എല്ലാ തെറ്റും ഈ ചെയ്തും കണ്ട് നാളെ എനിക്ക് ഓൻ്റെ കൂട്ട് പിടിച്ച് കണ്ട് ഓൻ്റെ വീട്ടിൽ ഞാൻ പ്രശ്നമാക്കും. അപ്പോൾ ഓൻ്റെ കൂട്ട് പിടിച്ചും കണ്ട് എൻ്റെ അമ്മൻ്റെ നമ്പർ വരെ എനിക്ക് അയച്ചു കൊടുത്താൽ എനിക്കത് തിരിയാണ്ടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോൻ്റെ വാപ്പക്ക് എൻ്റെ വോയിസ് അയച്ചു കൊടുത്ത് പറഞ്ഞ് ഓൻ്റെ വാപ്പ പറഞ്ഞതാണ് എന്നോട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പറയിപ്പിക്കണതാണ് എല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു തെളിവായിട്ടാണ്. പറഞ്ഞോ വയനാട് എന്താ സംഭവം പറയടി.
പാലക്കാടോ? പാലക്കാടാണ് വർക്ക് ചെയ്യുന്നത്. ഈ 3 ദിവസം മുമ്പ് ഹർത്താലിന് തലേദിവസം തൃശ്ശൂർ പോയില്ലേനോ? അതാരും റൂമാണോ? ലോഡ്ജ് ആയിരുന്നു അത്? ഫസലിൻ്റെ കൂടെ തൃശ്ശൂർ ഉണ്ടായിരുന്നോ? അതാരെ? ഈ നോക്കണ്ട, എല്ലാം എന്നെ കൂടെ തത്ത ഉറപ്പിക്കാതെ പറയിപ്പിക്കും. ഈ നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഈ ചെയ്ത തെറ്റാണ്. അത് ലോഡ്ജായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വീടായിരുന്നോ? ലോഡ്ജാണോ? പക്ഷെ ലോഡ്ജിനെ മാറില്ലല്ലോ കണ്ടിട്ട്. ഡബിൾ കട്ടിലാന്ന് ഈ ഫോട്ടോ എനിക്ക് കാണിച്ചപ്പോൾ മനസ്സിലായി. ആ, ഓനിക്കെങ്ങനെ അവിടെ ഇത് കിട്ടിയേ? ഓനെ അതിൻ്റെ മുമ്പ് വർക്ക് ചെയ്തേനെ അവിടെ? എന്നോട് എന്താ പറഞ്ഞ അവിടെ ഇറങ്ങാനോ? കാരണം ആദ്യം ഇയാണ് എത്തിയത് അവിടെ അല്ലേ? ആദ്യം ഇയാണ് അവിടെ എത്തിയത്. ഓ രാവിലെ വന്നതാണ് വണ്ടി എടുത്തിട്ട്. പറയേ, ആ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ എടുത്താൽ ഓനുണ്ടായിരുന്നോ? കള്ളം പറഞ്ഞാൽ സ്വഭാവം മാറും. ഉണ്ടായിരുന്നോ? ഇല്ലേ? പറ കുട്ടിയാ, ഉണ്ടായിരുന്നോ? ഇവൾക്ക് ഗൾഫിനെ വീഡിയോ കോൾ ചെയ്ത്. അപ്പോൾ ഇവള് റെയിൽവേ സ്റ്റേഷനിൽ ഹർത്താൽ കഴിഞ്ഞില്ലേനോ? അപ്പോൾ ആരും ഇല്ല, തൊട്ടടുത്ത് കാമുകനാ. ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ അവസ്ഥ. എനിക്കറിയാം, ഞാൻ അവിടെ വന്നിട്ട് പച്ചത്തെറി പറഞ്ഞിട്ട് ഞാൻ പണിയിലാണ്. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ ആ ആ ആ ആ എന്തോ നെഗറ്റീവ് ഉണ്ട്, ഞാൻ റൂം റെഡി ആക്കണ്ട പറഞ്ഞു. ആ ഞാൻ ഓള് റൂം റെഡിയാക്കത്താണ്. എനിക്ക് എന്തോ നെഗറ്റീവ് അടിച്ചിരിക്കണം. റൂം റെഡിയാക്കി എൻ്റെ ചെല്ലിൽ ഓൾ നിൽക്കും ചെയ്യും. ഓൻ ഇവിടെ രാവിലെ വന്നിട്ട് ഓൻ്റെ കൂടെ പോവുകയും ചെയ്യും. മനസ്സിലേ? അതിനെക്കൊണ്ട് എന്നെ മാറ്റി നിർത്തി. ഓൾ എവിടെയൊക്കെ പോകണം നോക്കട്ടെ വെച്ചിട്ട്. ഓള് ഞാൻ വിചാരിച്ച പെരിന്തൽമണ്ണായിരിക്കും, പക്ഷെ ഓള് നേരെ തൃശ്ശൂർ പോയി. അതിൻ്റെ 2 ദിവസം മുമ്പ് ഇവള് ലോഡ്ജിൽ നിന്നീനു. പെരിന്തൽമണ്ണ ലോഡ്ജിലായിരുന്നോ? പെരിന്തൽമണ്ണായിരുന്നോ? ഓക്കെ ആ ഓക്കെ. എന്നാ ഇല്ല. ആ ഈ പറഞ്ഞോ എവിടെ? ആ ഓ നാളെ രാവിലെ ഇന്റർവ്യൂ ഉള്ളതിനോണ്ടോ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് പിന്നെ നാളെ എത്തുള്ളൂ എന്നുള്ളത് അതിന്റെ ടൈമും കാര്യങ്ങളും ഇന്ന് ഇറങ്ങുന്ന ടൈം പോകാൻ പറ്റും. കണ്ടിട്ടുണ്ടാവില്ല അവിടെ ഫേസ്ബുക്ക് വെച്ചത് അല്ലേ? മക്കളൊക്കെ പുറത്തും വേണ്ടില്ലേ, അതിൽ എഴുതി വെക്കണം. ഫോൺ വിളിച്ച് പറഞ്ഞാലും മാഡം എന്തായാലും ഒറ്റക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് കൂടെ ചോദിക്കും. കാരണം നിങ്ങളൊരു എഴുതി വെച്ചോട്ടോ, ഓളെ അവിടെ ഇറക്കി വിടും. ഫോണിൻ്റെ അടുത്തേക്ക് ഒരു ടൈം പറയും, 1 മണിക്കൂർ കൊണ്ട് എന്താക്ക് എഴുതി വെച്ച് എന്തെങ്കിലും എടുക്കാറുണ്ടെങ്കിൽ എടുത്തോ. ഞാൻ നിന്നില്ലേ കാർ നിർത്തിയേ 1 മണിക്കൂർ എന്നെ എപ്പോഴാണ് ഇറക്കുന്നത് കറക്റ്റ് 1 മണിക്കൂറാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. ഞാനൊന്ന് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വരും. ഓക്കെ? അല്ല, എനിക്ക് പൈസ കിട്ടാണ്ട് എന്നെ വിടൂല മോളെ. അത് എൻ്റെ ബാപ്പ എൻ്റെ അമ്മ അറിഞ്ഞാലും ഞാൻ പൈസ കിട്ടാണ്ട് ഞാൻ വിടൂല. എന്നെ തല്ലാനോ കൊല്ലാനോ നിൽക്കൂല. നേരത്തെ തല്ലിയത് ഓൻ്റെ വർത്താനം കൊണ്ടാണ്. അയ്യ കേട്ടല്ലോ, ഓൻ്റെ വൈഫ് പറയാണ് എൻ്റെ അക്കാക്ക് ഓളെ കൂടെ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കെന്താ പ്രശ്നമാണ്. ഞാൻ എന്നിട്ട് ആണ്ടാ എനിക്കൊരു പ്രശ്നമില്ല, ഇതാ ഓക്കെ ഞാൻ കൊടുക്കണമെങ്കിൽ തല്ലാണ്. ഓൻ എനിക്കെന്താ ഞാൻ അതാ കൊടുക്കുന്നുണ്ട്, എനിക്ക് എന്താ വെച്ചാൽ കാട്ടിക്കോളൂ. ഓക്കെ? എൻ്റെ ആരെയും എന്നെ കള്ളവടി വെക്കാൻ വരുന്നോനോ? എൻ്റെ ഞാൻ ആരെയിരുന്നു? അല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം പെണ്ണും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച് എന്നെ ഇങ്ങനെ കീപ്പായിട്ട് കൊണ്ടെടുക്കുന്നവന് എൻ്റെ ആരെയും ഞാൻ. അപ്പോൾ അതൊക്കെ വിട്ട് നഷ്ടം എനിക്ക് തന്നെയാണ്. എനിക്കിപ്പോൾ സമാധാനമുണ്ട്. ഇനിയെങ്കിലും എനിക്ക് അവിടെ പോകുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാനോ. എന്നെ ഇങ്ങനെ 24 മണിക്കൂർ ഓൺലൈൻ ഉണ്ടോ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എനിക്ക് ജയിക്കണം, എനിക്ക് ആ പൈസ വാങ്ങണം. അല്ലെങ്കിൽ ഞാൻ ഓൻ്റെ ഇടയിലും പൊട്ടനായി പോകും, ഫസലിൻ്റെ ഇടയിലും പൊട്ടനായി പോകും. ഇനി ഓന് തീറ്റി പോട്ടെ തന്നെ. ഒരാളെ അണ്ടറിൽ നിൽക്കും. അത് കല്യാണം കഴിയട്ടെ, കിളവനാവട്ടെ, ആരാവട്ടെ, അതൊക്കെ നോക്കും. അത് ഓള് കൊടുക്കേണ്ടി കൊടുത്താലും ഒക്കെ നോക്കും. അത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നോക്കും. അതൊക്കെ നോക്കടി. ഇതിന് മുമ്പ് അറിഞ്ഞതല്ലേ? ആ ആ ആ പക്ഷെ വൈഫ് സമ്മതത്തോടെ, കാരണം ഓക്ക് പറ്റാത്ത കാര്യങ്ങൾ വേറൊരു പെണ്ണിലൂടെ. പക്ഷെ എന്തോ ചിലപ്പോ അതായിരിക്കാം. പ്രശ്നമില്ല. അതെന്താ വെച്ചാൽ എന്റെ ഹസ്ബൻഡ് എന്നോട് വന്നിട്ട് പറയണേ അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്ന് അറിയുമ്പോൾ ഞാൻ ആ ഒരു സത്യത്തിന് മുകളിലേക്ക് ഞാൻ മൂപ്പരെ വിശ്വസിക്കുന്നത്. മൂപ്പര് എന്നോട് നോണ പറയുന്നില്ല ഉള്ളതിൽ. ഇപ്പൊ ഈ അയച്ചു കൊടുത്ത തെളിവുകൾ ഓന്റെ വാർത്ത എന്തായാലും വീട്ടിലിത് കാണിക്കാണ്ടിരിക്കൂല.
പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞു ഓന്റെ വൈഫ് ഇങ്ങനെയാണ് സംസാരിച്ചത് എന്ന്. അപ്പൊ ഇത് ഓരോ നായികർക്ക് പക്ഷെ അതല്ല ഈ പാത്തൂന്ന് അടിച്ച ഇത് ആയതാണ് ലതീഷ, അതൊന്ന് പറഞ്ഞോണ്ടാ. ഇത് ഫസലിന്റെ നമ്പറാണോ അത് എനിക്ക് പറഞ്ഞോണ്ടാ. അത് കറക്റ്റ് പറയണം. ആരാണത്? ഫസലാണോ? ഫസലാണോ അല്ലെങ്കിൽ എനിക്ക് അതൊരു ക്ലാരിറ്റി വരുത്തണം. ഫസലാണോ വേറെ ആരെങ്കിലും ആണോ? ഓക്കെ, പെരിന്തൽമണ്ണ കുറേ കോണ്ടാക്റ്റുള്ളതാണ്. അത് പറയും വെറുതെ. അത് ഞാൻ ഇനി ഫസലിൻ്റെ വാപ്പൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇതാരാണ് ഈ പാത്തൂന്ന് അടിച്ചത് ആരാണ്? ഫസലിൻ്റെ പുതിയ നമ്പറാ? ഓലെ വൈഫിന് അറിയാം നമ്പർ? അല്ല, അത് വില സീക്രട്ട് റിലേഷൻ അല്ലേ ഈ പാത്തും ഉള്ളത്? ഫസലാണ്, ഉറപ്പാണ് ഫസലാണല്ലേ അത്? ഓക്കെ. ഇതെന്താ നമ്പർ കാണാത്തത്? നമ്പർ എങ്ങനെ എടുക്കാം? അങ്ങനെ നമ്പർ എടുത്ത് കാണിച്ചോണ്ടാ. എവിടെ എവിടെ നമ്പർ എവിടെ? നമ്മൾ പിന്നെ ഈ ഇങ്ങനത്തെ ക്രിമിനൽ മൈൻഡ് ഇല്ലാത്തതിനെ കൊണ്ട് അറിയില്ല. പക്ഷെ എൻ്റെ കോണ്ടാക്റ്റിൽ ഒന്ന് പോകും പാത്തൂന്ന്. എൻ്റെ കോണ്ടാക്റ്റ് എടുക്കുക, ഒഴിവാക്ക് കോണ്ടാക്റ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓൻ ബുദ്ധിയുള്ളവനാ. പാത്തു അടി PA അതാണ്ട്. അതിൽ താഴത്ത് വാട്സപ്പ് നിൽക്ക്, നമ്പർ ഉണ്ടല്ലേ? 226. ഓക്കെ, വാട്സപ്പ് നിൽക്ക്. വാട്സപ്പ് നിൽക്കാൻ പറയുമ്പോൾ കോളല്ല, കട്ടാക്ക്. വാട്സാപ്പ് ചാറ്റ് മെസ്സേജ് ഫസ്റ്റത്തെ നിനക്ക്. യെസ്, ഓക്കെ. എന്താണ് ഇങ്ങോട്ട് ക്യാമറക്ക് കാണിക്ക് പോവാവേ. എൻ്റെ ആ മുഖം ഒന്ന് കാണട്ടെ. താഴത്തേക്കാക്ക്, എൻ്റെ കൈ കൊണ്ടുണ്ട് താഴത്തേക്കാക്ക മെസ്സേജൊക്കെ. താഴത്തേക്കാക്കടി മെസ്സേജ്. പൊട്ടം കളിക്കല്ലടി. അയ്യോ, മെല്ലെ മെല്ലെ ഇതിൽ കാങ്ങണ്ടേ, വായിക്കണ്ടേ. ലൊക്കേഷൻ കഴിച്ചു കൊടുത്തില്ല? അത് എവിടുത്തെ ലൊക്കേഷനാ? ആ മെസ്സേജിൻ്റെ ഇതിലേക്ക് ഫോർവേഡ് ഈ അയച്ച വോയിസ്. മെല്ലെ മെല്ലെ ഈ അയച്ച എല്ലാ വോയിസിൻ്റെ ഇതിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യും. മെല്ലെ താത്ത്. അത് ഒന്ന് നിൽക്ക്, ഫോർവേഡ് ചെയ്യും. നിൽക്ക്. ഓക്കെ. ഇനി താഴത്തേക്ക് ഫോർവേഡ് ചെയ്യല്ലേ, താഴത്തേക്കാക്ക്. അതും മേലേക്കാക്ക്. അതാണ് ലൊക്കേഷൻ്റെ താഴത്ത്. പിന്നെന്താ ഈ HIV ഒക്കെ അയച്ചു കൊടുത്തത്? തിരുവനന്തപുരം കൂടുതൽ HIV ഉണ്ട് പറഞ്ഞിട്ട് ഓൻ തിരുവനന്തപുരം ഉള്ളതിനെ കൊണ്ടാ? ഓക്കെ, സാരില്ലേ, പോട്ടെ. പേടിയുണ്ടോ ഓക്ക്? ഫോർവേഡ് ചെയ്യും. ആരാണ്? സബി. ഒറ്റ മിനിറ്റ്. സബി മോളെ ഫോർവേഡ് ചെയ്യും. ഇന്ത്യയിലേക്ക് പ്രാന്തൻ. ഇതിൽ കാണട്ടെ വാവേ. ഫോർവേഡ് ചെയ്യും. നിൽക്ക്. വെയിറ്റാക്ക് സെൻഡ് ആവട്ടെ. എവിടേക്ക് വെയിറ്റാക്ക്? എൻ്റെ അടുക്ക് സബിനോട് വെയിറ്റാക്ക്. എൻ്റെ അടുക്ക് 1 ടൈം ആയിട്ട് ഡിലീറ്റ്, ഐ മീൻ എവരി വൺ അല്ല, ഡിലീറ്റ് അടിക്ക്. എല്ലാം ഡിലീറ്റ് അടിക്ക്. ഞാൻ പറഞ്ഞുതരാം. താഴത്ത് ഫോർ മീ മറ്റോള്. നീ സബിതെടുക്ക്. ഞാനാണ്. യെസ്, അതങ്ങനെ നമ്മളെ ബന്ധം. സബിത അൻഫാസാണ്. ഓളെ കയ്യോടെ പിടിച്ചതാണ്. മെഞ്ഞാന്ന് ഓള് ഫസലിൻ്റെ കൂടെ പോയി കിടുന്നത്. തെളിവ് സഹിതം ഫോണിലെല്ലാ മെസ്സേജും ഉണ്ട്. ഇതുവരെ ഞാൻ തീറ്റിപ്പോറ്റി 43,000 പറ്റിച്ച്. ഇതാ തൊട്ടടുത്ത് ഇരിക്കുന്നു കേട്ടാ. ഇപ്പോൾ ഫസലിൻ്റെ അടുത്തുനിന്ന് 500, 1000 ഒക്കെ ആയിട്ട് ഇങ്ങനെ പറ്റിച്ചിരിക്കുന്നു. അപ്പം അതൊക്കെ ഇതിൽ വരും. ഫോണിൻ്റെ കയ്യിലാണ്. സബിത എനിക്ക് മെസ്സേജ് അയക്കില്ല. ഓക്കെ. കണ്ടവൻ്റെ കൂടെ അപരാധിക്കാൻ പോയിട്ട് തൊലിഞ്ഞ മുഖഭാവത്തിൽ ഇരിക്കുന്നതുണ്ടോ? സത്യം. അപരാധിച്ചപ്പോൾ സുഖം നേടി. ആ സുഖം താൽക്കാലികം മാത്രമായിരുന്നെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഞാൻ ഈ ലോകം കണ്ട നന്മമരോ നല്ലവനൊന്നും അല്ല. പക്ഷേ ഒരു എത്തിക്സ് ഉള്ളവനാ. ഒരു കല്യാണം നാളെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ 100% ജെനുവിനായിരിക്കും അവളുടെ മുന്നിൽ. അല്ലാണ്ട് അപരാധിച്ച് നടക്കത്തില്ല. അത് തെറ്റാണ്, അത് തെറ്റാണ്. ഓക്കെ, നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ഒരു പുരുഷനുണ്ട്. ഈ കടയാടിയുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്.
അവനെ മൂഞ്ചിച്ചുകൊണ്ട് വേറെ പലവന്മാരോട് അപരാധിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ പിടിക്കപ്പെട്ടപ്പം അവന്മാരാരും ഇല്ല, എല്ലാം മുങ്ങി മൂഞ്ചി വലിഞ്ഞു. നീയും മൂഞ്ചി അടുത്ത് നീ ഒറ്റയ്ക്കിരുന്ന് വലിക്കും. എന്തായാലും ഇവളെ തീർത്തുകൊണ്ട് നിന്റെ ജീവിതം നീ തീർക്കാതെ അവക്ക് 8-ന്റെ 16-ന്റെ പണി കൊടുത്തത് നന്നായി. പിന്നെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അവൻ മുഖം കാണിച്ചില്ലല്ലോ, അവളെ മാത്രമേ കാണിച്ചോളൂ എന്ന്. എന്തിനവനെ സമൂഹം അറിയുന്നു, അവൻ നാണം കെടണം, ഇവളെയൊക്കെ നാണം കെടുത്തണം. ഇതുപോലുള്ള കാട്ടുകഴിവേറികളെ നാണം കെടുത്ത് വലിച്ചു കയറി എക്സ്പോസ് ആക്കണം. അതിൽ വേറെ അപ്പീലൊന്നുമില്ല. ഇനി ഒരു വീഡിയോയും കൂടി ഉണ്ട്, കാണും. സത്യം ഓല് കേസ് കൊടുക്കും. സത്യം ഫോണിൻ്റെ കയ്യിലുണ്ടല്ലോ, സത്യം പോലെ പറയും. കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? അതിന് മുമ്പേ എനിക്ക് ഞാൻ വേണോ ആദ്യം പറ. സിമ്പിളായിട്ടുള്ള ചോദ്യം, സിമ്പിളായിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ പറയേ. ഓ വേണ്ട. അപ്പം ഞാൻ പറഞ്ഞോ, വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണ്ട. ഓക്കെ, ഓനും വേണ്ട, ഞാനും വേണ്ട. ഇതുവരെ എന്നായിട്ട് റിലേഷൻ ആയിരുന്നോ? എൻ്റെ കയ്യിൽ നിന്ന് 40-43 റുപ്യ വാങ്ങിനോ? എന്നെ സ്നേഹിച്ചതിനെ കൊണ്ടല്ല എൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയേ, എൻ്റെ ചിലവൊക്കെ നോക്കിയേ ആണോ? എത്ര വട്ടം എൻ്റെ കൂടെ കിടന്നു പറ. ഈ ഫസലിൻ്റെ വട്ടം എത്ര വട്ടം കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? ഇനി പേടിപ്പിച്ചിട്ട് പറയിക്കും എന്നൊക്കെ പറയും, അതൊക്കെ എൻ്റെ കാര്യം. എവിടെ വെച്ചിട്ട്? പെരിന്തൽമണ്ണ. ഏത്? ഈ അന്ന് പോയ ലോഡിച്ചാണോ? പിന്നെ ഏത് ലോഡിച്ച്? ഏത് ലോഡിച്ച് പറയടി. ഇതുപോലെ കേസ് കൊടുക്കും, കാരണം ആ ഞൊണ്ടി സപ്പോർട്ടാണ്. പിന്നെ ഈ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ടിയത് അങ്ങനെ അല്ലോ. ഇത് പറ, എത്ര വട്ടം എവിടെ വെച്ചിട്ട്? അല്ലെങ്കിൽ ഞാൻ തല്ലും. പറയും. മിനിയാന്ന് പോയിനാ? യെസ് ഓർ നോ? ഉറപ്പാണോ? മിനിയാന്ന് പോയിനോ ഇല്ലേ? പോയിക്കണോ ഇല്ലേ? പറയേ. മിനിയാന്ന് പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? തൃശ്ശൂർ. ഏത് ലോഡിച്ച്? ഓൻ കൊണ്ടേതാണ് എന്നെ. ഏത് ലോഡിച്ചെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയില്ല എനിക്ക്. ഓനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഓൻ്റെ കൂട്ടുകാർ പറഞ്ഞ വോയിസ് നീ കേട്ടില്ലേ? ഓൻ്റെ പണി ഏതാണെന്ന് കേട്ടില്ലേ? എൻ്റെ നെക്സ്റ്റത്തെ പണി നോക്കിയവനല്ലേ, എല്ലാ എവിഡൻസും തന്നില്ലേ? ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞെന്താണ്? എന്നെ തല്ലണ കേട്ടിട്ട് അവൻ പറഞ്ഞെന്താണ്? ഈ എന്താ ചെയ്തു? ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടി? എൻ്റെ 43,000 റുപ്യ 2 കൊല്ലത്തോളം ആവാനായില്ല അല്ലേ? നമ്മൾ ഈ 2 കൊല്ലം എന്നെ കൂടെ ഒന്ന് ചതിച്ച് കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാണ് എന്നോട്, എനിക്ക് ഓനെ വേണോ ഈ പൊയ്ക്കും. എന്നിട്ടും എൻ്റെ കൂട്ടുകാർക്ക് വിളിച്ചിങ്ങാണ്ട് ഓനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണം. ഓൻ്റെ കൂടെ മെഞ്ഞാന്ന് പോയി കിടന്നിട്ടും അല്ലേ? അപ്പം ഇജ്ജ് പറയാം, എനിക്ക് കാമത്തിൻ്റെ പ്രശ്നമാണ്. എന്താണ് എൻ്റെ പ്രശ്നം? പറ, ഇജ്ജെന്നെ പറ. എനിക്ക് എൻ്റെ പ്രശ്നം എന്താണ്? കാമാണോ? എൻ്റെ വീട്ടിൽ നിന്നൊക്കെ അടിച്ച് പുറത്താക്കിയല്ലേ ചാടി പോയിട്ട്? എല്ലാം അറിഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചില്ല ഞാൻ, കല്യാണം കഴിയാത്ത ഞാൻ. അപ്പം എൻ്റെ പ്രശ്നം എന്താണ്? കാമം. പറയാനുള്ള അവസരങ്ങളാണിത്. ഫസലിന്റെ കൂടെ സെക്സ് ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കും, യാത്രയും. അതാണ് അതിൽ സെക്സും ഇതിനല്ലേ നമ്മള് പറയണ ബെഡിന്ന്. ഇത് പറയ്, ഇതോന്റെ നാട്ടിൽ എല്ലാവർക്കും കിട്ടും. എൻ്റെ ഏട്ടനിക്ക്, എൻ്റെ അമ്മക്ക്, എൻ്റെ കുട്ടിയുടെ കാണും. എന്നെ നീ തല്ലൂല, എനിക്ക് വേണ്ടിയൊക്കെ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല, കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം. എൻ്റെ FB തന്നെ അത് പോസ്റ്റും, കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം ലതീഷ, വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ ജീപ്പിൽ ഇപ്പോൾ എത്ര പൈസ ഉണ്ട്? സത്യം പറയാം, അപ്പം നോക്കും. പറയും. അതിൽ കൂടുതലുണ്ടെങ്കിൽ
കൂടുതലില്ല. അത്ര ഫസ്റ്റിൽ പൈസ നീ തോന്നി എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ ചെക്ക് ചെയ്യും, GP ഒക്കെ എല്ലാം ചെക്ക് ചെയ്യും, വീഡിയോ എടുത്ത് ഒക്കെ ചെക്ക് ചെയ്യും. പൈസ നീ അയച്ചാ ഉറപ്പ് അയച്ചിട്ടില്ല? ഇടക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും 500 വാങ്ങും, തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുത്ത കയ്യിലുണ്ടാവല്ലോ? ഉണ്ടാവില്ല? തിരിച്ചു കൊടുത്താൽ ഉണ്ടാവോ? അയച്ചു കൊടുത്ത് എവിഡൻസ് ആണിത്, ഉണ്ടാവോ? പറയും. തുറക്ക്, ഓഫായല്ല, നമുക്ക് ഓണാക്കാം. സ്വന്തം ഭർത്താവിനെ മൂഞ്ചിച്ച് വേറൊരുത്തൻ്റെ കൂടെ പോയി അവനും കാശ് കൊടുത്ത് ഇവക്കൊക്കെ എന്ത്, നീയൊക്കെ പോയി തീരടേ. അല്ലാണ്ട് ഞാനെന്ത് പറയാനാ? ഓരോ കുടുംബങ്ങളുടെ വാല്യൂ അറിഞ്ഞുകൂടാതെ കുടുംബ ബന്ധങ്ങളെ തകർത്ത് തരിപ്പണാക്കിക്കൊണ്ട് അപരാധിക്കാൻ പോകുന്നു. നാണമില്ല നിനക്കൊക്കെ? നിനക്കൊക്കെ എന്തിൻ്റെ കേടാ? നിനക്ക് കഴപ്പ്, അല്ലാണ്ട് എന്ത് പറയല്ലേ, വേറെ എന്ത് കേട്? ഓക്കെ, കഴപ്പ്, അല്ലാണ്ട് ഒന്നും പറയാനില്ല. ഇനി ഇതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസ് ഞാനൊന്ന് വായിക്കാം. നിന്റെ മുഖം എന്താ നീ കാണിക്കാത്തത്? അവൻ്റെ അടുത്ത് ചോദിക്കുന്നു. അവൻ എന്തിനു കാണിക്കണം? അവനെ എന്തിനു പൊതുസമൂഹം കാണണം? അവന് നാണം കെട്ടി ഇറങ്ങി നടക്കാതെ പറ്റാത്ത അവസ്ഥ അവന്. ഇവളൊക്കെ നാണം കെടണം. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവളുമാർ നാണം കെടണം. ഇവളുമാരുടെ അവിഹിതം അപരാധം പൊക്കി എന്നുള്ള നാട്ടുകാരറിയണം. ഇനി അപരാധിക്കാൻ പോകുന്ന ഓരോരുത്തരുമാരും ഇതൊക്കെ കണ്ട് പഠിക്കണം. എന്നിട്ട് വേണം അപരാധിക്കാൻ പോകും. ഈ ചില ഭർത്താക്കന്മാർ ഇതുപോലെ ഭാര്യയുടെ അവിഹിതം പൊക്കിക്കഴിഞ്ഞാൽ അവളുമാരെ അങ്ങ് തീർക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനേക്കാളും 100 ഇരട്ടി 10,000 ഇരട്ടി ശിക്ഷയാണ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുന്നത്. അതിനേക്കാളും വേറെ ശിക്ഷ അവളുമാർക്ക് കിട്ടാനില്ല. തീർന്നു, അതോടെ ജീവിതം തീർന്നു. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയോ? ഓക്കെ, ആ ഒരു ഗതിയിൽ കൊണ്ട് എത്തിക്കുന്നതിനേക്കാളും വലിയ ശിക്ഷയൊന്നും ഇവളുമാർക്കും ഒരുത്തിക്കും കിട്ടാനില്ല. ഇനി വേറെ കമൻറ്റ്, ബ്രോ ഒഴിവാക്കി വിട്ട്, ഒരു ചാൻസ് കൊടുത്തിട്ടും അവൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും ചെയ്യും, അതുകൊണ്ട് ഒഴിവാക്കി വിട്ട് സ്നേഹം മനസ്സിലാക്കാൻ പറ്റില്ല. ബ്രോ ഒഴിവാക്കി വിട്. ഇവളെയൊക്കെ നാറ്റിച്ച് നാറാണത്താക്കി എക്സ്പോസ് ആക്കി പണ്ടാറടക്കി ഒഴിവാക്കി വിട്. കാരണം വെറുതെ വിടണ്ട. എങ്കിൽ ഇവളൊക്കെ വീണ്ടും അവരാധിച്ച് അവള് അവൻ്റെ സുഖം കണ്ടെത്തി ജീവിക്കും. ഇപ്പം കരഞ്ഞു കാണിക്കുന്ന ഈ കള്ള കണ്ണീരെ കാണത്തുള്ളൂ. പക്ഷേ അതേ സ്ഥാനത്ത് നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക സുഖം കുറച്ച് കഴിയുമ്പോൾ നിനക്കിങ്ങനെ ഉണ്ടാവും. എൻ്റെ പൊന്നളിയ ഉള്ള കാര്യം പറയാമല്ലോ. ഓക്കെ, അവളെ കാണുമ്പോൾ മനസ്സിലാവും ഒരു ഫ്രോഡാണെന്ന്. കാണുമ്പോൾ എന്തിനു മനസ്സിലാവണം? കണ്ട് സ്വഭാവത്തിൽ തന്നെ എല്ലാം മനസ്സിലായില്ലേ ഫ്രോഡാണെന്ന്. ഓക്കെ, അവളെ കാണുമ്പോൾ മനസ്സിലാകുമ്പോൾ ഒരു ഫ്രോഡാണെന്ന്. ആരാണ് വേറെ ഒരാൾ സംസാരിക്കുന്നത്? ഈ എന്ത് ഞാൻ ഒഴിവാക്കി വിടേണ്ട വേറെ എൻ്റെ മൈ ഹാർട്ട്. ഇത് നിങ്ങളുടെ വൈഫാണോ? അതെ, അങ്ങയുടെ വൈഫാണ്. ഇങ്ങനെ അണ്ണാക്കി കൊടുത്തിട്ട് ഇരിക്കുന്നത്. ഇതിനൊക്കെ ഒഴിവാക്കി വിടണം, അത്രേ ഉള്ളൂ. ചിലർക്ക് ഇത് തമാശയായിരിക്കും. അനുഭവിച്ച് അവൻ്റെ വിഷമം അവനെ അറിയത്തുള്ളൂ. സത്യം, കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ആ ഒരു ഇമോഷൻ ചിലപ്പോൾ കണക്റ്റ് ആയെന്ന് വരത്തില്ല. പക്ഷെ അവൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവൻ ചിലവിനും കൊടുത്ത്, അവൻ സ്നേഹിച്ച്, അവൻ പരിപാടിയും ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ ഭാര്യ അവനെ അറിയാണ്ട് വേറൊരുത്തൻ്റെ കൂടെ അപരാധിക്കാൻ പോയിരിക്കുകയാണ്. അത് തിരിച്ചറിയുമ്പോൾ, അത് കണ്ടുപിടിക്കുമ്പോഴുള്ള അവൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. നാളെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കും എനിക്കൊക്കെ അത് അനുഭവം വന്നാലേ നമ്മൾ പഠിക്കത്തുള്ളൂ. അപ്പോഴും നമ്മുടെ മാനസികാവസ്ഥ നിലതെറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഓക്കെ, വല്ലാത്തൊരു അവസ്ഥ. ഇനി ഇവൾ എന്നാ മാങ്ങാത്തൊലി എന്ന് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ കടയാളികളെ അടുപ്പിക്കരുത്. എന്തായാലും ഒരാണോ പെണ്ണോ ആവട്ടെ, ഇങ്ങനെ വീഡിയോ എടുത്ത് തെളിവിന് വേണ്ടി നീ സേവ് ചെയ്ത് വയ്ക്കുക. അല്ലാതെ പൊതുമീഡിയയിൽ വന്ന് അവഹേളിക്കുകയല്ല. ആണായാലും പെണ്ണായാലും ഒരിക്കലും ചെയ്യരുത്. എന്തിനു ബ്രോ അത് മറച്ചു പിടിക്കണം? ഒരു ആളെ ചതിച്ച് വഞ്ചിച്ച് മൂഞ്ചിച്ച് അവൾ അപരാധിക്കാൻ പോയി ഇതുപോലത്തെ കടയാടികളെ പൊതുസമൂഹത്തിലേക്ക് ഇട്ട് വലിച്ചു കീറുന്നതിൽ എന്ത് തെറ്റാണിരിക്കുന്നത്? നാളെ നിങ്ങൾക്ക് ഇതേ അവസ്ഥ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വിഷമം മനസ്സിലാവത്തുള്ളൂ. അവൻ അനുഭവിക്കുന്ന മാനസിക വിഷമം, മാനസിക അവസ്ഥ അത് അവന് മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ പൊന്നു ബ്രോ, അതുകൊണ്ട് ന്യായീകരിക്കുന്നതൊക്കെ കൊള്ളാം, കൂടുതൽ അങ്ങോട്ട് മെഴുകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ശരിയായില്ല. എന്ത് ശരിയായില്ല? ഇതുപോലത്തെ അപരാധി മക്കളെയൊക്കെ നാട്ടുകാർ അറിയണം. ഇനി ഇവളുമാർ പുറത്തിറങ്ങി നടക്കണ്ട. എന്നാത്തിന്? ഓക്കെ, എടോ അവളെ വെടിയായി പോയി, ഇനി അവൾക്കൊരിക്കലും മാറാൻ കഴിയില്ല. അവന് ചിരിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും നിറഞ്ഞ കമൻറ്റ് ബോക്സാണ്. ഞാൻ ഒരിക്കലും ആ ബ്രോയെ കുറ്റം പറയത്തില്ല. അവൻ്റെ മാനസികാവസ്ഥ അവനെ മനസ്സിലാവത്തുള്ളൂ. ചതിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് ഇവളുമാരെ അപരാധിക്കുമ്പോൾ ഓർക്കണം, നാളെ ഇതിനൊരു അന്ത്യമുണ്ടാകും. അത് ആ മധുരിച്ച മറ്റ സുഖമായിരിക്കത്തില്ല, അടിയന്തരം പുലവളി അടിയന്തരമായിരിക്കും. കോഴിക്കോട് ബാലശ്ശേരി ഷഹല കേസ് എന്തായി? വെളിയിലിറങ്ങാൻ നടക്കാൻ പറ്റാത്ത ഗതികേടിലായി. ഇതുപോലെ ആക്കണം. ഓരോ അപരാധികളെയും വലിച്ചു കീറി ഫ്ലാറ്റാക്കി ഒട്ടിക്കണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.